ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പങ്കുവെക്കുന്ന വിശേഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരാരാ? അതുപോലെ തന്നെ മുടി ഇപ്പം ഇന്നത്തെ കുട്ടികൾക്ക് ചിലവർക്കൊക്കെ മുടി ഫാഷനായിട്ട് ചെയ്യുന്നത് ഇഷ്ടം. കാരണം ഡ്രസ്സിങ്ങിനാണെങ്കിലും അതുപോലെ മുടീനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പം അത് മുടി ഒരു ശല്യമായിട്ട് തോന്നുന്നവരുണ്ടായിരിക്കാം. എന്നാലും മുടിയെ സ്നേഹിക്കുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മുടി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് തന്നെയാണ് മുടി, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് മുടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ എൻ്റെ മുടി എന്താ അങ്ങനെ ചോദിക്കും. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെയായി. ഇപ്പം ഞാൻ ശ്രദ്ധിക്കണില്ല. മുടി നമ്മളെപ്പോഴും ഇങ്ങനെ കെട്ടി വയ്ക്കും. ആ കെട്ടി വെച്ചിട്ട് അത് അഴിയുമ്പോൾ വീണ്ടും കെട്ടും. അത്ര മാത്രം ഞാൻ ചെയ്യാറുള്ളൂ. ചീർപ്പ് കൊണ്ട് പോലും ഒന്നും ചീന്താറില്ല കേട്ടോ. അത്രയ്ക്കും ഇനി ഞാൻ ശ്രദ്ധിക്കാത്ത കാരണം തന്നെയാണ്. അപ്പോൾ മുടിക്ക് എന്നും 16 വയസ്സെന്നാണ് പറയുക. അപ്പോൾ മുടിക്ക് എന്നും 16 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പ്രായത്തിലും ഇനി എത്ര നമുക്ക് പ്രായം ചെന്നാലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി ഉണ്ടാവും കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് നമുക്ക് മുടി കൊഴിഞ്ഞു പോകുന്നത്, മുടി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് മുടി കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ടാണ്. അതുപോലെ മറ്റു പല നമുക്ക് അസുഖങ്ങളെ കൊണ്ടും കൊഴിഞ്ഞു പോകും. എത്രമാത്രം നമുക്ക് ടെൻഷൻ ഉണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ ചേഞ്ചസ്, നമുക്ക് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന നമുക്ക് മാറ്റങ്ങൾ, അങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്ക് മുടി പോകട്ടോ. പുറം നാടുകളിലൊക്കെ പോകുന്നവർക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട്, അതായത് ക്ലോറിൻ കലർന്ന വെള്ളം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴും മുടി പോകട്ടോ. അപ്പം നമ്മൾ മലയാളികളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസം നമ്മൾ തല കഴുകും അല്ലേ. അപ്പോൾ ദിവസം തല കഴുകുന്ന കാരണം നമ്മൾ പുറത്ത് പോയാലും നമ്മുടെ ആ ശീലത്തിനൊരു മാറ്റം വരില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴുകുന്നത് കൊണ്ടും ആ വെള്ളത്തിൻ്റെ മാറ്റങ്ങളെ കൊണ്ടൊക്കെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യത ഉണ്ട്. അതുപോലെ മിക്കവർക്കും നമ്മുടെ നാട്ടിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ തലയിൽ താരൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയും നമുക്ക് മുടി നശിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കൂടുതലൊന്നും നീട്ടി പറയണില്ല, കാരണം ബോറടിപ്പിക്കണില്ല. അപ്പം നമുക്ക് നമ്മുടെ മുഖത്തിന് സൗന്ദര്യം വരുത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ തലമുടിയെ നമുക്ക് വളർത്തുന്നതിനും അതുപോലെ മുടിയുടെ സ്ട്രക്ചർ തന്നെ ഒരു മാറ്റം വരുത്തുന്നതിനും നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും നമുക്ക് ഒരേ ഒരു സാധനം കൊണ്ട് നമുക്ക് ഈ 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരേ ഒരു കാര്യം കൊണ്ട് 3 കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമാണ് ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കുള്ളൂ. അല്ലാത്തവർ സൗന്ദര്യം ആയിക്കോട്ടെ, മുടി ആയിക്കോട്ടെ, ആരോഗ്യമായിട്ടൊക്കെ ആയിക്കോട്ടെ ശ്രദ്ധിക്കില്ല. എന്നാലും ഇന്നത്തെ തലമുറയ്ക്ക് പിന്നെയും കുറച്ചും കൂടി ഒരു ശ്രദ്ധ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആ സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ 3 പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ പരിഹരിക്കാനായിട്ട് കഴിയും ഒരു സാധനം കൊണ്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിലുള്ളതോ അല്ല നമ്മൾ വാങ്ങിയതോ ഏതാണെങ്കിലും. അപ്പോൾ ആ വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പുഴുവൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മുഖത്തേക്കുള്ള ഫേസ് പാക്കാണ് നമ്മൾ തയ്യാറാക്കണത്. അപ്പോൾ അതിന് 2 വെണ്ടയ്ക്ക എടുക്കാം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ പുഴുവൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് തലമുടിക്കാണ്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് മൂക്കാത്ത 2 വെണ്ടയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ചതോ വീട്ടിലുണ്ടായതോ ഏതായാലും കുഴപ്പമില്ല. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സർ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 വെണ്ടയ്ക്ക മിക്സർ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് വേണ്ടത്, എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ആ തൈരും ചേർത്തതിന് ശേഷം നല്ല മിനുസമായിട്ട് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേവിക്കുക ഒന്നും വേണ്ട, ഇങ്ങനെ പച്ചയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ഇരുന്നതിന് ശേഷം അതൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്ക് കഴുകിക്കളയാം. സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുഖത്ത് പുരട്ടാനായിട്ട് ഉമ്മർത്ത് വന്നിരുന്നപ്പോൾ ഇത് കൂടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഞാൻ വേഗം പിന്നെ ഉള്ളിലേക്ക് തന്നെ പോയിട്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ നോറ്റ് എന്തെങ്കിലുമൊക്കെ മുഖത്ത് എന്തെങ്കിലും പുരട്ടാന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും. അങ്ങനെയാണ്. എന്തായാലും സൗന്ദര്യം വരട്ടെ. അപ്പോൾ അതൊക്കെ പുരട്ടി ഞാൻ 15-20 മിനിറ്റോളം നിന്ന്, അത്ര നേരം നിൽക്കാൻ പറ്റിയുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്ന് ഉണങ്ങി കഴിഞ്ഞു അത്. അപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഇവിടെ വർഗീസേട്ടനൊക്കെ പണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ദേണ്ട എൻ്റെ മുഖം കാണാണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ പാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മുഖം നല്ല സ്മൂത്ത് ആവാനും അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നെസ് കിട്ടും. നമ്മുടെ ചുളിവുകളൊക്കെ മാറും കേട്ടോ. അപ്പം വളരെ നല്ല ഒരു പാക്കാണിത്.
പിന്നെ സൗന്ദര്യം വരുത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് സഹിക്കണം കേട്ടോ. പച്ച വെണ്ടയ്ക്കും തൈരും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പഴയ പാത്രമാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മൾ 3 വെണ്ടയ്ക്ക ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കി കൊടുത്തു. അപ്പോൾ നുറുക്കുമ്പോൾ നോക്കണം പുഴുവൊന്നുമില്ലല്ലോ എന്നൊക്കെ നോക്കണം കേട്ടോ. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. നല്ല കൊഴുന്നനെ വെള്ളമായി വരുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാം അങ്ങനെ. അപ്പോൾ അത് തിളച്ച് പറ്റി ഒരു അര ഗ്ലാസ്സൊക്കെ ആക്കിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം മുടിക്ക് എത്ര വേണം വെച്ചാൽ അത് നോക്കുക. ഇനി ഞാൻ തീ ഓഫാക്കി അത് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞെരടാട്ടോ. ഞെരടിയിട്ട് ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് അത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് നല്ല കൊഴുത്ത വെള്ളമായിട്ടാണ് കിട്ടുക. കണ്ടോ, വീഴുമ്പോൾ തന്നെ കാണല്ലേ, നല്ല കൊഴുത്ത വെള്ളമായിട്ടാണ് കിട്ടുക. അപ്പം മുടി നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റായിട്ട് ഒരിഴയിൽ തൊടാതെ അങ്ങനെ കിടക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ചളിയും പൂട്ടാ. നല്ല കൊഴുത്ത വെള്ളം നമ്മൾ പണ്ടൊക്കെ ചെമ്പരത്തിത്താളിയും പിന്നെ ഈരോലിയുടെ ഇല എന്നൊക്കെ പറയും. വേലിക്കുന്ന നമ്മൾ പറിച്ചിട്ട് കുളത്തിലേക്ക് കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ കല്ലുമ്പോൾ അരച്ച് തേക്കുമ്പോൾ നല്ല വെഴുവെഴുപ്പുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ വെഴുവെഴുപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ തേക്കുന്ന എണ്ണ ഏതോ ആ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ കൊഴുത്ത ഈ വെള്ളം ഉണ്ടല്ലോ, വെണ്ടയ്ക്ക വേവിച്ച വെള്ളം, അത് നമ്മുടെ തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് നിന്നതിന് ശേഷം കഴുകി കളയാം. അല്ല നിങ്ങൾ അപ്പോൾ തന്നെ കഴുകി കളയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മുടി നല്ല നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുക, കല്യാണത്തിനൊക്കെ പോവുക വെച്ചാൽ ഇത് രണ്ടും ഇങ്ങനെ ഉപയോഗിച്ച് പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മുടി കണ്ടു നല്ലപോലെ എണ്ണ ഇട്ടിട്ട് ഞാൻ തേച്ചതാണ് കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കയുടെ നീര് വെച്ച് തേച്ചതാണ്. അത് കണ്ടോ, മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ മുടിയൊക്കെ. അപ്പം നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും അത് ചെയ്യുന്നത് നല്ലതാണ്. എത്ര എണ്ണ തേച്ചാലും മുടിയിൽ ഒരു തരി എണ്ണമയം പോലും ഉണ്ടാവില്ല കേട്ടോ. അത്രയും നല്ല എഫക്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോണ സമയത്ത് ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല പെർഫെക്റ്റായിട്ട് കിടക്കും. അതുപോലെ നമ്മുടെ മുഖത്തിനും ഒരു നല്ല ചുളിവുകളൊക്കെ മാറി നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ. ആരോഗ്യപരമായിട്ട് എങ്ങനെയാണ് വെണ്ടയ്ക്ക ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉലുവ ആവശ്യമുണ്ട്. ഉലുവ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉലുവ 1 സ്പൂൺ എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ വെണ്ടയ്ക്ക അരിഞ്ഞ് ചേർത്ത് നമുക്ക് നേരത്തെ നമ്മൾ തലയിലേക്ക് തേക്കാനായിട്ട് ഉണ്ടാക്കിയില്ല, അതുപോലെ വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതിലേക്ക് അരിഞ്ഞിടാനായിട്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് വെച്ച് രാത്രി കിടക്കുന്നതിന് മുൻപ് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. രാവിലെ ആ വെള്ളം നമുക്ക് അരിച്ച് നമുക്ക് കുടിക്കാം. വെറും മുട്ടയുടെ വെള്ള പോലെ കൊഴുത്ത വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഉലുവ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാം, വെണ്ടയ്ക്ക ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാം. 2 കൂടി ചെയ്യുന്നത് നല്ലതാണ്. ഒരു 15 ദിവസം ചെയ്തിട്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഷുഗർ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.